Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. Jaya Prabhupada, Jaya Prabhupada, Prabhupada, Srila Prabhupada. Jaya Guru Deva, Jaya Guru Deva, Guru Deva, Jaya Guru Deva. Hari Bol, Hari Bol, Hari Bol, Sai Gaura Hari, Sai Gaura Hari Bol, Hari Bol, Hari Bol, Sai Gaura Hari Bol. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Ajnanatimiraandasya Jnananjanashalakaya Chakshurunmilitam Yena Tasmai Shri Gurave Namaha. Shri Chaitanya Manobhishtam Sthavidam Yena Bhudale Swayam Rupa Kadamahyam Yada Dissapadandikam Vandeham Shri Guru Shri Udapatakamelam Shri Gurun Vaishnavamsya Shri Rupam Sagarjatam Saganarupanadan Nidam Tam Sajeevam Sadhuidam Savadutam Parijana Saidam Krishna Chaitanya Devam Sri Radha Krishna Padan Sagana Lalita Sri Vishaka Nidamsha He Krishna Karuna Sindhu Dinabandhu Jagatpade Bhuvesha Gopika Kanta Radha Kanta Namostude Tapta Kanjana Gaurangi Radhe Vrindavaneshwari Shabanu Sude Devi Pranamami Haripriye Vancha Kalpadrubhyascha Krapa Sindhubhyevacha Patitanam Pavanebhyo Vishnuvebhyo Namo Namah Shri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Srivasadi Gaura Bhaktarvanda Hare Krishna 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 Hare 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 Rama 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 Hare Hare Mogam Karoti Vajalam Pangum Langaya Dekirim Yatkrapatamaham Vande Sri Gurum Dinataranam Paramananda Madhavam Sri Chaitanya Isharam Hare Om Prasad ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപത്തിന്റെ പഠനവേദിയിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഹാർദവമായ സ്വാഗതം. ഭക്തിയോഗം എന്ന 12ാം അധ്യായത്തിന്റെ അവസാന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ തരത്തിലുള്ള ഭക്തരോടാണ് ഭഗവാന് കൂടുതൽ പ്രിയം എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 18, 19 2 ശ്ലോകങ്ങൾ വായിച്ചു തുടങ്ങിയിരുന്നു. അത് കംപ്ലീറ്റ് ആക്കിയിരുന്നില്ല. ശത്രുക്കളിലും മിത്രങ്ങളിലും സമഭാവനയോടെ മാനാപമാനങ്ങൾ, ശീതോഷ്ണ സുഖദുഃഖങ്ങൾ, ആദരവ് അനാദരവ്, യശസ്സി ദുഷ്കീർത്തി ഇവയെല്ലാം ഒരേപോലെ കാണുക. അതുപോലെ തന്നെ അസംഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുക. അതുപോലെ കിട്ടുന്നതുകൊണ്ട് തൃപ്തിപ്പെടുക. ഇങ്ങനെയുള്ള പ്രവൃത്തികളെല്ലാം ഭഗവാൻ വളരെ അതീവ പ്രിയമായിട്ടുള്ള അങ്ങനെയുള്ള ഭക്തരോട് ഭഗവാൻ കാണുന്നത്. നമ്മള് സംഘവർജിത എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരുന്നു. അതായത് അഭക്തരുമായിട്ടുള്ള സംഘം നമ്മൾ ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ ഈ ജ്ഞാനമാർഗം, കർമ്മമാർഗം, യോഗമാർഗം, ഈ മാർഗങ്ങൾ സ്വീകരിച്ചവര് അവരായിട്ടുള്ള സംഘം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവരെ കാണാതിരിക്കുക, അവരോട് സംസാരിക്കാതിരിക്കുക, അങ്ങനെയല്ല. പക്ഷെ ഒരിക്കലും നമ്മള് അവര് പറയുന്ന ആ സിദ്ധാന്തങ്ങള്, ഫിലോസഫി, അത് അതിൽ നമ്മൾ വീണു പോകരുത്. നമ്മളത് ഒരിക്കലും സ്വീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകരുത്. കാരണം നമുക്ക് പലപ്പോഴും പറ്റുന്നതാണ്. ഇപ്പൊ മറ്റുള്ള ഏതെങ്കിലും പ്രസ്ഥാനക്കാരുടെയൊക്കെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ അവര് പറയുന്നത് ശരിയാണല്ലോ എന്ന് തോന്നും. പക്ഷെ കുറച്ച് അത് നമുക്ക് യഥാർത്ഥത്തില് പ്രഭുപാദരുടെ ആ ഭഗവത്ഗീത, യഥാരൂപത്തിലുള്ള ഭഗവത്ഗീത വായിച്ചതിന് ശേഷം നമ്മൾ അവർ പറയുന്ന ഫിലോസഫി വളരെ ശ്രദ്ധാപൂർവം നമ്മൾ അത് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ പലപ്പോഴും വഴിതെറ്റി പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മളത് അറിയില്ല, നമ്മൾ അറിയാതെ വഴിതെറ്റിപ്പോകും. ഇപ്പൊ ഈ മദ്യം സേവിക്കാൻ തുടങ്ങുന്നവർ തുടക്കത്തില് ഒരു പെഗ്ഗൊക്കെ ആവാം, പറഞ്ഞു പിന്നെ അവസാനം അതിന് അഡിക്റ്റ് ആയി തീരുന്നത് പോലെ പിന്നെ നമുക്ക് പ്രഭുവാരുടെ ഫിലോസഫി നമുക്ക് വേണ്ട എന്നുള്ളതായി തീരും. നമ്മൾ അവര് പറയുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങും. അത്
നമ്മളുടെ അധപതനത്തിന് വഴി തെളിയിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മളെ അത്തരത്തിലുള്ള അസത്സംഗത്തിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം എന്ന് പറയുന്നത്. പ്രഭു അമേരിക്കയിൽ പോയ സമയത്ത് അദ്ദേഹത്തിന്റെ സംഘന്മാരായിട്ടായിരുന്നു ഹിപ്പികളും കഞ്ചാവും ചരസും അടിക്കുന്നവരായിട്ടായിരുന്നു. പക്ഷെ ഒരിക്കലും പ്രഭുവാദ അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നില്ല. പ്രഭുവാദ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. 4 നിയമങ്ങള് പാലിക്കുന്നത്, അതുപോലെ തന്നെ പ്രസാദം കഴിക്കുക. പ്രഭുവാദ ചെയ്യുക മാത്രമല്ല ചെയ്തത്, മറ്റുള്ളവരെ കൊണ്ട് അതെല്ലാം ചെയ്യിക്കാനായിട്ട് പ്രഭുവാദക്ക് സാധിച്ചു. അപ്പൊ നമ്മൾ അസത്സംഗം ഉപേക്ഷിക്കുക എന്ന് പറയുന്നതുകൊണ്ട് അതാണ്, നമ്മൾ ഒരിക്കലും അവരുടെ ഫിലോസഫി നമ്മൾ സ്വീകരിക്കരുത്. നമ്മുടെ ഫിലോസഫി അവർ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അങ്ങനെയുള്ളവരുമായിട്ട് നമ്മൾ സംഘം ചേരാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ്. പ്രഭുവായിരിക്കാൻ കഴിഞ്ഞിരുന്നു, പക്ഷെ നമുക്കത് സാധിക്കണം എന്നില്ല. പിന്നെ സമദർശന, നമ്മുടെ 5-ാമത്തെ അധ്യായത്തിൽ പഠിച്ച പോലെ വിദ്യാവിനയ സമ്പന്നെ, അതുപോലെയാണ് ശത്രുമിത്രം, മാനം അപമാനം, ശീതം ഉഷ്ണം, സുഖം ദുഃഖം, നിന്ദാസ്തുതി, ഇതെല്ലാം നമ്മൾ ഒരേപോലെ കാണും. ഒരാൾ നമ്മളെ അപമാനിച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മള് അതിനോട് പ്രതികരിക്കാൻ പാടില്ല. ജഡഭരതന്റെ ഉദാഹരണം നമുക്കറിയാം. അദ്ദേഹത്തിന് ഏതൊക്കെ രീതിയിൽ ജനങ്ങളെ അവഹേളിക്കാൻ ശ്രമിച്ചു, പക്ഷെ അദ്ദേഹം അതെല്ലാം വളരെ 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 ലൈറ്റായിട്ട് എടുത്ത് അദ്ദേഹം തൻ്റെ ഈ ജന്മത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഭഗവത് സാമ്രാജ്യത്തിലേക്ക് തിരിച്ചു പോകുകയാണ് എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിൽ മാത്രമാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാത്തിനോടും അദ്ദേഹം വളരെ വളരെ ഒട്ടും തന്നെ പ്രതികരിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? സ്ഥിരമതി. നമ്മുടെ ഭക്തി മാർഗത്തില്, ഭക്തിയോഗം പരിശീലിക്കുന്നതിന് നമ്മൾ എപ്പോഴും ഉറച്ചു നിൽക്കണം. അതുപോലെ തന്നെ ഭക്തിയോഗം അനുഷ്ഠിക്കുന്നതിനും പരിശീലിക്കുന്നതിനും എല്ലാം നമ്മൾ ഉറച്ചു നിൽക്കണം. പ്രഹ്ലാദൻ, അതുപോലെ ഹനുമാൻ, ഇതെല്ലാം നമുക്ക് ഉദാഹരണങ്ങളായിട്ട് എടുക്കാവുന്നതാണ്. ഏതെല്ലാം ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അവർ ഒരിക്കലും തന്നെ അവരുടെ ഭക്തി മാർഗത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നത്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിരുന്നു അവരവരുടെ ഭക്തിയിൽ. പ്രഹ്ലാദനായിക്കോട്ടെ, ഏതെല്ലാം സ്വന്തം പിതാവിൽ നിന്ന് എത്ര തരത്തിലുള്ള കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ട് പോലും പ്രഹ്ലാദൻ ഉറച്ചു നിന്നു ഭഗവാനുള്ള ഭക്തിയിൽ. അതുപോലെ തന്നെ ഹനുമാൻ ലങ്കയ്ക്ക് പോകുന്നവരിൽ ഏതൊക്കെ തരത്തിലുള്ള തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു, പക്ഷെ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ലക്ഷ്യത്തിലെത്താനായിട്ട് ഹനുമാന് സാധിച്ചു. അപ്പൊ അതാണ് സ്ഥിരമതി എന്ന് പറയുന്നത്. പിന്നെ ഏനക്കേന ചെയ്ത് കിട്ടുന്നതും സന്തുഷ്ടരാകുക, ഒരിക്കലും അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച് സമയം നഷ്ടമാക്കാതിരിക്കുക. എന്താണ് കിട്ടുന്നത് അതുകൊണ്ട് തൃപ്തിപ്പെടുക. പക്ഷെ ഭഗവാന്റെ അനുഗ്രഹം അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ഉണ്ടാകും. രത്നാകരൻ കാട്ടാളനായിരുന്ന സമയത്ത് നാരദ മഹർഷി വന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ ഒരു സ്ഥലത്തിരുന്ന് രാമരാമെന്ന് ജപിക്കേ, വേറെ ഒന്നും തന്നെ ചെയ്യണ്ട. അപ്പൊ ഉപജീവനത്തിന് എന്ത് ചെയ്യും? അതെല്ലാം ഭഗവാൻ അറേഞ്ച് ചെയ്യും, നീ ഒട്ടും തന്നെ വിഷമിക്കണ്ട. അപ്പൊ അതുപോലെ തന്നെ രത്നാകരൻ കാട്ടാളൻ ഒരു ഭക്തനായി അദ്ദേഹം ഇരുന്ന് രാമനാമം ജപിക്കുന്നു. ഇത് കേട്ടിട്ട് ജനങ്ങളെല്ലാം അദ്ദേഹത്തിന് കൊണ്ടുവന്ന് വാരിക്കോരി കൊടുക്കാനായിട്ട് തുടങ്ങി. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ആവശ്യമുള്ളിടത്ത് ബാക്കിയെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോ അതാണ് ആ ഭഗവാനോടുള്ള ഭക്തി വളർന്നു വരുമ്പോൾ കിട്ടുന്നതുകൊണ്ട് നമ്മൾക്ക് സന്തുഷ്ടരാകാനായിട്ട് സാധിക്കും. കാരണം നമുക്ക് ആവശ്യത്തിനുള്ള അധികം തരുന്നുണ്ട് ഭഗവാൻ. പിന്നെ നമ്മൾ എന്തിനു വിഷമിക്കണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ തുല്യ നിന്ദാസ്ഥിതി, നമ്മൾ മാധവേന്ദ്രപുരിയുടെ കാര്യം പറഞ്ഞിരുന്നു. മാധവേന്ദ്രപുരി രമുനയില് ഗോപിനാഥ മന്ദിരത്തില് ഭഗവാൻ തന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പാൽപ്പായസം കട്ടെടുത്തിട്ട് കൊടുക്കുകയുണ്ടായി. അപ്പോ പൂജാരി അത് മാർക്കറ്റിൽ വന്നിട്ട് വിളിച്ചു പോയപ്പോഴ് മാധവേന്ദ്രപുരി വേഗം അവിടുന്ന് സ്ഥലം വിട്ടു. കാരണം ഇനി ആൾക്കാർ നമ്മളെ പ്രശംസിക്കാനായിട്ട് തുടങ്ങും, അത് എനിക്ക് കേൾക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം. നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഷർട്ടിന്റെ കോളറൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് നമ്മൾ ഗമയോടുകൂട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ മാധവേന്ദ്രപുരി അങ്ങനെയുള്ള ആ സ്തുതി പോലും കേൾക്കാനായിട്ട് അവിടെ നിന്നില്ല. അദ്ദേഹം അവിടുന്ന് സ്ഥലം വിട്ടു കളഞ്ഞു. പിന്നെ മൗനിയെ പറ്റി പറഞ്ഞു. മൗനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക, വായ കൂട്ടിപ്പിടിച്ചിരിക്കുക എന്നുള്ളതല്ല അതിനർത്ഥം. നമ്മൾ നിരർത്ഥകമായിട്ട് സംസാരിക്കാതിരിക്കുക. നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ആധ്യാത്മിക വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുക, ഭഗവാനെ കുറിച്ച് സംസാരിക്കുക. അതാണ് മൗനി എന്ന വാക്കിനർത്ഥം.
പിന്നെ സന്തുഷ്ടക, ഏതൊരവസ്ഥയിലും സന്തുഷ്ടരായിട്ടിരിക്കുക. ചിലപ്പോൾ സ്വാദേറിയ ഭക്ഷണങ്ങൾ ലഭിക്കും, ചിലപ്പോൾ ഒന്നും തന്നെ ലഭിച്ചില്ല എന്ന് വരും. പക്ഷെ നമ്മൾ കിട്ടുന്നതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടണം. ഒരു മരത്തിന്റെ ചുവട്ടിലായാലും ശരി, ഇവിടെ ഒരു അരമനയിലായാലും ശരി, എല്ലാം നമ്മൾ ഒരേപോലെ തന്നെ കാണുക. അതാണ് ഒരു ഭക്തന്റെ ലക്ഷണം എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. പിന്നെ നിശ്ചയദാർഢ്യം, സ്ഥിതദീഹി, മുന്നേറാനായിട്ടുള്ള ആ ഒരു മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടാകണം. 2-ാം അധ്യായത്തില് പഠിച്ചിരുന്നു, ദുഃഖേഷു അനുദിഗ്നമനാഹ സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതധീർമുനിരുച്യത എന്ന് പറഞ്ഞിരുന്നു. ത്രിവിധ ക്ലേശങ്ങൾക്ക് നടുവിലും മനസ്സ് പ്രക്ഷുബ്ധമാകാതെ സുഖത്തില് അമിതമായിട്ട് സന്തോഷിക്കാതെയും അതുപോലെ തന്നെ ഭയം, ക്രോധം ഇവയിൽ നിന്ന് മുക്തനായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഭഗവാൻ അത് പറയാൻ കാരണം? സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ എന്ന് അർജുനൻ ചോദിച്ചു. എന്താണ് ലക്ഷണങ്ങൾ സ്ഥിതപ്രജ്ഞന്റെ എന്ന് ചോദിച്ചതിന് ഭഗവാൻ കൊടുത്ത മറുപടിയായിരുന്നു അത്. പിന്നെ നമ്മള് സമയം ഒരിക്കലും പാഴാക്കി കളയരുത്. കാരണം സമയം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. ഭക്തിരസാമൃത സിന്ധുവില് ഈ ഗുണങ്ങളെ പറ്റിയിട്ട് എല്ലാം തന്നെ പറയുന്നുണ്ട്. ശാന്തിരഭ്യർത്ഥ കാലത്വം വിരക്തി മാന്യശൂന്യത ആശാപാശ സമുത്കണ്ഠ നാമഗാനി സദാ രുചി ആസക്തിക്ത ഗുണാഖ്യാനെ പ്രീതി സദ്വതസി സ്ഥലേ എന്ന് പറയുന്നുണ്ട്. അതായത് ശാന്തി, ഒരു ഭക്തൻ എപ്പോഴും വളരെ ശാന്തനായിട്ടിരിക്കും. പിന്നെ അവ്യർത്ഥ കാലത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം നഷ്ടപ്പെടുത്താതിരിക്കുക. പിന്നെ പറഞ്ഞ വിരക്തി, വിരക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും വേണ്ട, അതല്ല. നമ്മൾ കിട്ടുന്നതെല്ലാം നമ്മൾ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുക. നമ്മളുടെ സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. അതിനാണ് വിരക്തി എന്ന് പറയുന്നത്. പിന്നെ മാനശൂന്യത, അതായത് അപമാനം, അതിനെ നമ്മൾ വളരെ ലൈറ്റ് ആയിട്ട് എടുക്കുക. പിന്നെ ആശാബദ്ധ, എപ്പോഴും ഭഗവാൻ നമ്മുടെ ഏത് സാഹചര്യത്തിലും സംരക്ഷിക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷ നമുക്കുണ്ടാവണം. പിന്നെ സമുത്കണ്ഠ, ഭഗവാനെ എങ്ങനെ സേവിക്കാം അതിനുള്ള ആ ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കണം. പിന്നെ നാമഗാനെ സദാ രുചി, എപ്പോഴും ഭഗവാന്റെ തിരുനാമം ജപിക്കാനുള്ള ആ ഒരു രുചി വളർത്തിയെടുക്കുക. പിന്നെ ആസക്തി തദ് ഗുണാഖ്യാനെ, ഭഗവാന്റെ ലീലകളെ കുറിച്ച് വർണ്ണിക്കാനായിട്ടുള്ള ആ ഒരു ആസക്തി വളർത്തിയെടുക്കുക. പിന്നെ പ്രീതിത്വ വസതി സ്ഥലേ, അതായത് ഭഗവാന്റെ ലീലകൾ നടന്ന സ്ഥലത്ത് താമസിക്കാനായിട്ടുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടാകുക. ഇതെല്ലാം ഇത്യാദയോ അനുഭാവ സ്യുർ ജാത ഭാവാങ്കുരേജനെ എന്നാണ് പറയുന്നത്. ഇതെല്ലാം തന്നെ ആധ്യാത്മിക പുരോഗതിക്ക് ഉതകുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ഇതെല്ലാം തന്നെ നമ്മൾ ഇതിനു വേണ്ടി ഓരോന്നിനും തന്നെ പ്രയത്നിക്കേണ്ട കാര്യം ഇല്ല. കാരണം എന്താണ്? ഒരു ഭക്തന് ഇതെല്ലാം തന്നെ തനിയെ അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ശ്രീമദ്ഭാഗവതത്തിലെ ഋഷഭദേവൻ തന്റെ മക്കളോട് പറയുന്നത്, യസ്യാസ്തി ഭക്തർ ഭഗവത്യകിഞ്ചന സർവൈ ഗുണൈർതത്ര സമാസതേ സുരാഹ എന്ന് പറയുന്നുണ്ട്. ഹരാവോ ഭക്തസ്യ കുതോ മഹദ്ഗുണ മനോരഥേന സതി ധാവതോ ബഹിഹി എന്ന് പറയുന്നുണ്ട്. അതായത് ഭഗവാൻ കൃഷ്ണന്റെ ഒരു ഭക്തനില് ഏത് ഹരോ ഭക്തസ്യ കുതോ മഹത് ഗുണാഹ, ഒരു ഭക്തനിലാണെന്നുണ്ടെങ്കിലോ യസ്യാസ്തി ഭക്തിർ ഭഗവത്യകിഞ്ചന സർവൈ ഗുണസ്തത്ര സമാസുതേ സുരാഹ. സുരാഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവന്മാർക്കുള്ള എല്ലാ ഗുണങ്ങളും ഒരു ഭക്തനില് തനിയെ തന്നെ ഉണ്ടായി വരും. എല്ലാ മഹത് ഗുണങ്ങളും എന്നാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോ അതെല്ലാം തന്നെ ഒരു ഭക്തനില് വളർന്നു വരും. അതേസമയം ഒരു ഭക്തനല്ലാത്ത ഒരാള് ഏതു സമയവും മനോരഥേനാസതി, ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള ഒരു ഗുണങ്ങളും അയാളിൽ കാണാനായിട്ട് സാധിക്കില്ല എന്നാ പറയുന്നത്. ഇപ്പോ അഷ്ടാംഗയോഗം പരിശീലിക്കുന്നവര് അവര് ചിലപ്പോ നല്ല രീതിയിൽ കുടുംബം പുലർത്തുന്നവരാവും. പക്ഷെ ഒരു ഭക്തനല്ല എന്നുണ്ടെങ്കിൽ ഈ അവരുടെ ഈ ആതുര സേവനം അതുകൊണ്ടൊന്നും തന്നെ യാതൊരു പ്രയോജനവും ഇല്ല. കാരണം ഭക്തി
ഭക്തിയാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോ ഒരു ഭക്തൻ എന്ന് അറിയപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ ഗുണങ്ങളെല്ലാം വളർത്തിയെടുക്കണം. അത് വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നും ഇരുന്നിട്ട് ആ ലിസ്റ്റ് നോക്കിയിട്ട് ഇതെങ്ങനെ വളർത്തിയെടുക്കാം അങ്ങനെ ചിന്തിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. നമ്മൾ വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂട്ടി ഭഗവാന് സേവനം അനുഷ്ഠിക്കുമ്പോൾ, കൃഷ്ണാബോധത്തോടും ഭക്തിയുത സേവനത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ തനിയെ തന്നെ ഈ വിശിഷ്ട ഗുണങ്ങളെല്ലാം നമുക്ക് സ്വാഭാവികമായിട്ടും വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. 11ാം സ്കന്ധത്തില് നിമി ചക്രവർത്തിയോട് നവയോഗീന്ദ്രന്മാരിൽ ഒരാൾ യോഗീന്ദ്രൻ പറയുന്നുണ്ട്, ഭക്തി പരേശാനഭൂവ വിരക്തി അന്യത്രേഷ ത്രിക ഏകകാല പ്രപദ്യമാനസ്യദാശ്നദസ്യുർ തുഷ്ടി പുഷ്ടിഷുത് അപായോ അനുകാസം പറയുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വിശപ്പ് മാറും, അതുപോലെ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കെല്ലാം പുഷ്ടി ഉണ്ടാക്കും, നമുക്ക് നമ്മുടെ മനസ്സിനും സന്തോഷം കിട്ടും. അതുപോലെ തന്നെയാണ് ഭക്തി വളർത്തിയെടുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഭക്തി പരമല്ലാത്ത കാര്യങ്ങളുടെ വിരക്തി നമുക്ക് തനിയെ തന്നെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതാണ് ഈ 18, 19 2 ശ്ലോകങ്ങളുടെ രത്ന ചുരുക്കം. അവസാനത്തെ ശ്ലോകം ഭഗവാൻ എന്താണ് പറയുന്നത് നോക്കാം. ഏതു ധർമ്യാത് അമൃതമിതം യഥോക്തം പര്യുപാസതേ ശ്രദ്ധദാനാമത്പരമാ ഭക്താസ്തേ അതീവ മേ പ്രിയാഃ. ഏതു ധർമ്യാമൃതമിതം യഥോക്തം പര്യുപാസതേ ശ്രദ്ധദാനാമത്പരമാ ഭക്താസ്തേ അതീവ മേ പ്രിയാഃ. ഏതു ധർമ്യാമൃതമിതം യഥോക്തം പര്യുപാസതേ ശ്രദ്ധദാനാമത്പരമാ ഭക്താസ്തേ അതീവ മേ പ്രിയാഃ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏതു ധർമ്യാമൃതമിദം യഥോക്തം പര്യുപാസതേ ശ്രദ്ധധാനാമത്പരമാ ഭക്താസ്തേ അതീവ മേ പ്രിയാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വാസുദേവായ. ഏതു ധർമാമൃതമിദം യഥോക്തം പര്യുപാസതേ ശ്രദ്ധദാനാമത്പരമാ ഭക്താസ്തേ അതീവ മേ പ്രിയാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യഥോക്തം പരിവാസതേ ശ്രദ്ധധാനാമത്പരമാ ഭക്താസ്തേ അതീവ മേ പ്രിയാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏതു ധർമ്യാമൃതമിദം യഥോക്തം പരിഭാസതേ ശ്രദ്ധധാനാമത്പരമാ ഭക്താസ്തേ അതീവ മേ പ്രിയഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏതു ധർമാമൃതം ഇദം യഥോക്തം പര്യുപാസതേ ശ്രദ്ധദാനാമത്പരമാ ഭക്താസ്തേ അതീവ മേ പ്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏതു ധർമ്യാമൃതമിദം യഥോക്തം പര്യുപാസതേ ശ്രദ്ധദാനാമത്പരമാ ഭക്താസ്തേ അതീവ മേ പ്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുവാരുടെ വിവർത്തനവും ഭാവാർത്ഥവും. തു എന്നാൽ ഏ ഭക്താഹ ഏതൊരു ഭക്തരാണോ മത്പരമാഹ എന്നെ തന്നെ പരമലക്ഷ്യമാക്കി ശ്രദ്ധദാനാഹ വിശ്വാസത്തോടുകൂടി യഥോക്തം ഇതുവരെ പറഞ്ഞതായ ഇതം ധർമ്യാമൃതം ഈ ഭക്തിയുത സേവനത്തിൽ പര്യുപാസത്തെ പൂർണ്ണമായും മുഴുകുന്നത് തേ അവർ മേ എനിക്ക് അതീവ പ്രിയാഹ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. എന്നാൽ ഏതൊരു ഭക്തരാണോ എന്നെ തന്നെ പരമലക്ഷ്യമാക്കി വിശ്വാസത്തോടുകൂടി ഇതുവരെ പറഞ്ഞതായ ഈ ഭക്തിയുത സേവനത്തിൽ പൂർണ്ണമായും മുഴുകുന്നത് അവർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അപ്പൊ എന്തായിരുന്നു അർജുനന്റെ ചോദ്യം? ഏവം സതതയുക്തായേ ഭക്താസ്ത്വാം പര്യുപാസതേ യേ ചാപ്യക്ഷരം വ്യക്തം തേഷാം കേ യോഗവിത്തമഃ. സദാസമയവും അങ്ങയുടെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടവരാണോ
അതോ പ്രത്യക്ഷമല്ലാത്ത അവ്യക്തിഗത ബ്രഹ്മത്തെ ഉപാസിക്കുന്നവരാണ്? ആരാണ് കൂടുതൽ പരിപൂർണതയുള്ളവർ എന്നായിരുന്നു ഒന്നാമത്തെ ശ്ലോകത്തില് അർജുനൻ ചോദിച്ചത്. അപ്പൊ അതിന് മറുപടിയായിട്ട് രണ്ടാമത്തെ ശ്ലോകം മുതല് ഈ 20ാമത്തെ ശ്ലോകം വരെ ഭക്തിപൂർവം അനുഷ്ഠിക്കുന്ന ഭഗവത് സേവനമാണ് ആത്മസാക്ഷാത്കാരത്തിന് ഉതകുന്ന പ്രക്രിയകളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠം എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ വളരെ സ്പഷ്ടമായിട്ടും പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഭക്തിയുത സേവനം അനുഷ്ഠിക്കേണ്ടത്, അപ്പൊ എങ്ങനെ അതിനുള്ള താല്പര്യം വളർത്തിയെടുക്കാം? അപ്പോൾ അതെല്ലാം നമ്മളൊരു വളരെ ശ്രദ്ധയോട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. കാരണം പല കാര്യങ്ങളും നമുക്ക് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. നമുക്ക് പ്രഭുപാദരുടെ അല്ലാത്ത ഭഗവത്ഗീതകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം എന്താണ് ആ ശ്ലോകത്തില് ഭഗവാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനെ വളച്ചൊടിച്ചിട്ടാണ് പല ഈ ഗ്രന്ഥകാരന്മാരും ഈ ഭാവാർത്ഥം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്ദേശശുദ്ധി അത് നമ്മൾക്ക് വഴിമാറിപ്പോകും അതിൽ നിന്ന്. അപ്പോൾ അതിനു വേണ്ടി നമ്മളെപ്പോഴും ഈ പരമ്പരയിൽ വരുന്ന ഒരു ആചാര്യന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കണം. തദ്വിജ്ഞാനാർത്ഥം സഗുരും ഏവ അഭിഗച്ഛേ. ആ ഈ ആധ്യാത്മികമായിട്ടുള്ള ഈ അറിവ് നേടാൻ വേണ്ടിയിട്ട് നാം ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കണം. ഇത് മുണ്ടകോപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അവരോട് നമ്മുടെ വിനയപൂർവ്വം കാര്യങ്ങൾ ചോദിച്ചറിയണം. നമ്മുടെ ഭഗവത്ഗീതയുടെ 4ാം അധ്യായത്തില് അത് പഠിച്ചിരുന്നു. സദ്വിജ്ഞാന പരിപ്രശ്നേന സേവയ. അവരോട് നമ്മള് വിനയപൂർവ്വം കാര്യങ്ങൾ ചോദിച്ചറിയണം, അവർക്ക് സേവനം ചെയ്യണം. കാരണം എന്താണ്? അവരെല്ലാം പരമതത്വത്തെ യഥാർത്ഥത്തെ ഗ്രഹിച്ചവരാണ്. അപ്പൊ അത്തരത്തിലുള്ള സജ്ജനങ്ങളുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ആ സമ്പർക്കം കൊണ്ട് നമുക്ക് ഭക്തിയുത സേവനത്തിൽ താല്പര്യം വളരും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധദാന എന്നാ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. ഭക്തിരസാമത സുന്ദരമതി പറയുന്നത് ആദോ ശ്രദ്ധ, ആദ്യം തന്നെ വിശ്വാസം വേണം. പിന്നെ തഥാ സാധു സംഘം, നമ്മൾ ഭക്തരുമായിട്ടുള്ള സംഘം ചേർന്നു. പിന്നെ അത് ഭജനക്രിയ. അതിനുശേഷം നമ്മള് അവര് പറയുന്ന പോലെ നമ്മൾ ഭജനക്രിയയിൽ ഏർപ്പെടണം. തതോ അനർത്ഥ. അങ്ങനെ നമ്മൾ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഭജനക്രിയയിൽ ഏർപ്പെടുമ്പോൾ നമ്മളുടെ അകത്തുള്ള ആ അനർത്ഥങ്ങളെല്ലാം തന്നെ പതിയെ പതിയെ അപ്രത്യക്ഷമാകാനായിട്ട് തുടങ്ങും. പിന്നെ അതിനുശേഷം തതോ നിഷ്ഠ, നമ്മുടെ ജീവിതത്തിൽ ഒരു നിഷ്ഠ വരും. പിന്നെ അതിനുശേഷം നമുക്ക് രുചി ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അല്ല തുടക്കത്തിൽ തന്നെ എനിക്കൊരു ടേസ്റ്റ് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രഭുപാദർ പലപ്പോഴും പറയുന്നതാണ് ഭക്തരോട്, എനിക്ക് ജപിക്കാനായിട്ട് ടേസ്റ്റ് വരുന്നില്ല. അപ്പൊ പ്രഭുപാദർ പറയുന്നത് ജപിച്ചുകൊണ്ടേയിരിക്കും, അപ്പൊ ആ ടേസ്റ്റ് വരും. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മള് ഭജനക്രിയ നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് രുചി നമുക്ക് വളർന്നു വരും. പിന്നെ അതിനുശേഷം ആണ് നമുക്ക് ഭഗവാനോട് ആ ആസക്തി വരാനായിട്ട് തുടങ്ങുള്ളൂ. നമുക്ക് കൂടുതൽ ഈ ഭക്തിമാർഗത്തിൽ പുരോഗമിച്ച ഭക്തരും അതുപോലെ തന്നെ തുടക്കത്തിലുള്ള ഭക്തരും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഭക്തിമാർഗത്തിൽ പുരോഗമിച്ച ഭക്തര് അവർക്ക് ആ ഓരോരോ സേവനങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ആസക്തി അത് തുടക്കക്കാർക്ക് പലപ്പോഴും ഉണ്ടാകില്ല. അവര് വെറുതെ കൈകെട്ടി നിൽക്കും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, കൈകെട്ടി നിന്നാലും ആ സീനിയേഴ്സ് ചെയ്യുന്നത് നമ്മൾ നോക്കി വളരെ ശ്രദ്ധയോട് കൂട്ടി നമ്മൾ നോക്കി മനസ്സിലാക്കുക. പതിയെ പതിയെ നമുക്കും അതെല്ലാം ചെയ്യാനായിട്ടുള്ള ആ ആസക്തി ഉണ്ടാകും. അതിനുശേഷമാണ് പിന്നെ ഈ ആ ഭാവം വരുന്നത്. ആ ഭക്തിമാർഗത്തിലെ ഭാവം എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അംഗമാണ്. കാരണം ഈ ആസക്തി ഉണ്ടായിക്കഴിയുമ്പോഴേ യഥാർത്ഥത്തിൽ ആ ഭാവം, ആ ഭഗവാനോടുള്ള ഭക്തി ഭാവം നമുക്ക് ഉണ്ടാകുള്ളൂ. അതിനുശേഷമാണ് പിന്നെ പ്രേമം ഉണ്ടാകാൻ തുടങ്ങുന്നത്. അപ്പോ ഇതെല്ലാം തന്നെ നമുക്കൊരു ആധ്യാത്മിക ഗുരുവിന്റെ ശിക്ഷണത്തിൽ കീഴിൽ മാത്രമേ നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കാനും പരിശീലിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ യമനിയമങ്ങൾ പാലിച്ചിട്ട് ശ്രദ്ധ, ആസക്തി, ഭക്തി ഇവയോടൊക്കെ കൂട്ടി നമ്മൾ സേവനത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്കും ഈ പറഞ്ഞ ഈ എല്ലാ ഗുണങ്ങളും വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രത്നാകരൻ, കാട്ടാളൻ, ആചാര്യനായി, അതുപോലെ ശ്രീ ശുഖബ്രഹ്മർഷി ബ്രഹ്മവാദിയായിരുന്നു. പക്ഷെ വ്യാസദേവന്റെ അടുത്ത് നിന്ന് ആ ഭഗവാനെ കുറിച്ചുള്ള വർണ്ണന കേട്ടപ്പോൾ ബർഹാപീഠം നടവരവു കർണയോ കർണികാരം
വിപ്രദ്വാസം കനക കപിഷക വൈജയന്തി മാലാം. ആ വർണ്ണന കേട്ടപ്പോൾ ആ തലയിൽ മയിൽപ്പീലി ചൂടിക്കൊണ്ട് അതുപോലെ തന്നെ ആ കാതുകളില് കർണികാര പുഷ്പം ചൂടി നല്ല മഞ്ഞപ്പട്ടുടുത്തിട്ട് വരുന്ന വൈജയന്തി മാലയൊക്കെ ധരിച്ചുകൊണ്ട് വരുന്ന, അതുപോലെ മാത്രമല്ല ആ രന്ധ്രാൻ വേണുഹു, ആ ചുണ്ടുകളിൽ ഇരിക്കുന്ന ആ വേണുവിൽ കൂടെ അതരസുതയ അമൃതാണ് ഒഴുകി വരുന്നത്. അപ്പോ ഇതെല്ലാം തന്നെ കേട്ടപ്പോഴ് ശ്രീശുഖ ബ്രഹ്മർഷി, ബ്രഹ്മവാദിയായിരുന്ന ശ്രീശുഖ ബ്രഹ്മർഷി ഒരു ആചാര്യനായിട്ട് മാറി. ഹരിദാസ് ഠാക്കൂർ മ്ലേച്ഛനായിരുന്നു, ഞാൻ മാറും. അപ്പൊ അങ്ങനെ എല്ലാം തന്നെ ഒരു ആചാര്യന്റെ ശിക്ഷണത്തിന് കീഴിലാണ് ഈ മാറ്റങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്നത്. അപ്പോ അത്രയും പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ പരിശീലനം എന്ന് പറയുന്നത്. ഭക്തിമാർഗത്തില് പുരോഗമിക്കണം എന്നുണ്ടെങ്കിൽ പരിശീലനം വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഓരോരുത്തരും തന്നെ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഈ പരിശീലനം നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഈ തീയിലിട്ടിരിക്കുന്ന ഇരുമ്പ് പോലെയാണ്. ആ ഇരുമ്പെടുത്ത് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും പഴയ ഇരുമ്പായി. അതേസമയം തീയുമായിട്ട് സമ്പർക്കത്തിലിരിക്കുമ്പോൾ ആ ഇരുമ്പിന് തീയിന്റെ എല്ലാ ഗുണങ്ങളും കിട്ടുന്ന പോലെ തന്നെയാണ് നമ്മള് ഭക്തരും എപ്പോഴും ഭക്തന്മാരുടെ സംഘത്തിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും ഈ ഭക്തി മാർഗത്തിൽ വളരെ സ്റ്റഡി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോ ഇതാണ് ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഈ 20-20ാമത്തെ ശ്ലോകം വരെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഏറ്റവും പ്രധാനം രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആ മയ്യാവേശ മനസ്സ് ഭഗവാന്റെ അർപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ മനസ്സിനെ ഉറപ്പിക്കാൻ അപ്പൊ ഒരുപാട് ഓപ്ഷൻസ് ഭഗവാൻ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ മനസ്സിനെ ഉറപ്പിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഭക്തിയോഗം പരിശീലിക്കണം എന്ന് പറയുന്നുണ്ട്. അതിനും സാധിച്ചില്ല എന്നുണ്ടെങ്കിലോ നിങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ഇനി അതും സാധിച്ചില്ല എന്നുണ്ടെങ്കിലോ ഏതെങ്കിലും ആതുര സേവനങ്ങൾ, സോഷ്യൽ സർവീസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതും സാധിക്കാത്തവർക്കോ ജ്ഞാനമാർഗം, അഷ്ടാംഗയോഗം അല്ലെങ്കിൽ നിഷ്കാമകർമ്മം, ഇതെല്ലാം തന്നെ പരിശീലിക്കാനായിട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം താഴോട്ടാണ് വരുന്നത്. ഏറ്റവും മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് ഭക്തിയോഗത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഏറ്റവും താഴോട്ടാണ് ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നും പറ്റിയില്ലെങ്കിൽ ഇതെങ്കിലും ചെയ്യൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോ അങ്ങനെ ഈ മൊത്തം നമ്മുടെ ഈ ഏകദേശം 35 ഗുണങ്ങള് ഭഗവാൻ പറയുന്നതായിട്ട് നമ്മളിവിടെ കേട്ടു. അങ്ങനെയുള്ള ഈ ഗുണങ്ങളെല്ലാം തന്നെ ഒരു ഭക്തനെ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവരാക്കി മാറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ആർക്കെങ്കിലും ഈ ഭക്തിയോഗം എന്ന 12ാം അധ്യായത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? ഇല്ല അല്ലെ? അപ്പോ നമ്മളിനി 13ാം അധ്യായം, അതായത് പ്രകൃതി, പുരുഷൻ, ക്ഷേത്രജ്ഞൻ, ക്ഷേത്രം, ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചിട്ട് ഭഗവാൻ ചർച്ച ചെയ്യുകയാണ് 13ാമത്തെ അധ്യായത്തിൽ. ഇപ്പൊ ഭക്തിയോഗം ഇതുകൊണ്ട് അവസാനിച്ചു. ഇനി അടുത്തതെല്ലാം ജ്ഞാനയോഗങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മള് 7ാമത്തെ അധ്യായം മുതൽ 12ാമത്തെ അധ്യായം വരെ ഭക്തിയോഗത്തിന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ചിട്ടും അതെങ്ങനെയാണ് അനുശീലിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടും എല്ലാം നമ്മൾ വളരെ വ്യക്തമായിട്ട് ഭഗവാനിൽ നിന്ന് മനസ്സിലാക്കി. അപ്പോ അതിനുശേഷം അപ്പൊ അർജുനന് സംശയമാണ് ഈ ജ്ഞാനമാർഗം, ജ്ഞാനയോഗത്തില് അർജുനൻ നമുക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചോദിക്കുന്നത്. എന്താണ് ക്ഷേത്രം, ആരാണ് ക്ഷേത്രജ്ഞൻ, പ്രകൃതി, പുരുഷൻ, ഇതെല്ലാം കുറിച്ചിട്ട് എനിക്ക് അറിയണം, താല്പര്യം ഉണ്ട് എന്ന് അർജുനൻ ഭഗവാനോട് പറയുന്നതാണ്. അപ്പോ ഇതുപോലെ ഗീതാമാഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. അതായത് പാർവതി ദേവി ഒരിക്കതുപോലെ ഈ 13ാം അധ്യായത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ചിട്ട് ശിവനോട് ചോദിച്ച സമയത്ത് ശിവൻ പറയുന്നൊരു കഥയുണ്ട്. അതായത് തുംഗഭദ്ര നദിയുടെ തീരത്ത് ഹരിഹർപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് ശിവന്റെ പേരിൽ തന്നെയാണ്. ഹരി എന്ന് പറഞ്ഞിട്ട്, ഹരിഹർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവനാണ്. അപ്പോ ശിവന്റെ പേരിൽ തന്നെയാണ് ആ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. അപ്പോ അവിടെ എല്ലാവരും തന്നെ ശിവഭക്തരായിരുന്നു.
അപ്പൊ അങ്ങനെ ഒരു ബ്രാഹ്മണൻ, അദ്ദേഹം വളരെ സാധുവായിരുന്നു, വളരെ സിമ്പിളായിട്ട് ജീവിച്ചിരുന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹം ഇതുപോലെ ദിവസവും ക്ഷേത്രത്തിൽ പോവും, ഭഗവാൻ ആരാധനകളെല്ലാം അനുഷ്ഠിക്കാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പത്നി അങ്ങനെയായിരുന്നില്ല. ആ ഗ്രാമത്തിൽ അവരെ അറിയപ്പെട്ടിരുന്നതിന് ദുരാചാര എന്നുള്ള പേരിലാണ്. കാരണം എന്താണ്, അവര് ഒരിക്കലും ഭർത്താവിനെ ബഹുമാനിച്ചിരുന്നില്ല. അത് മാത്രമല്ല, ഭർത്താവിന്റെ സുഹൃത്തുക്കളെയും ബഹുമാനിച്ചിരുന്നില്ല. പിന്നെ ഭർത്താവിനെതിരായിട്ട് വളരെ ചീത്ത ഭാഷയിലാണ് സംസാരിച്ചിരുന്നത്. അത് മാത്രമല്ല, ഇവര് ഈ മദ്യസേവ, അതുപോലെ തന്നെ വ്യഭിചാരം, ഇതെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പോ ഇവര് ദിവസവും രാത്രിയായി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങും. വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു വനത്തിൽ പോയിട്ട് അവിടുത്തെ പോലെ ഒരു കെട്ടിടമുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് ഇങ്ങനെ ആൾക്കാരെയും കാത്തോണ്ട് അങ്ങനെ ഇരിക്കും. അപ്പൊ ഒരു ദിവസം കാത്തിരുന്നിട്ടും ആരെയും കണ്ടില്ല. അപ്പോ അങ്ങനെ അവിടെ ഇരുന്ന് അങ്ങനെ കരയുന്ന ശബ്ദം കേട്ടിട്ട് ഒരു സിംഹം, അതെന്തോ ഒരു ശബ്ദം കേൾക്കുന്നതാണ്. സിംഹം അതുവഴി വന്നു. അപ്പൊ ഈ സിംഹം നടന്നു വരുന്ന കാല് ആ കരിയിലയിൽ പതിയുന്ന ശബ്ദം കേട്ടപ്പോ ആരോ വരികയാണെന്ന് വെച്ചിട്ട് ഇവര് വേഗം എണീറ്റു. ആരോ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എണീറ്റു. പക്ഷെ വന്നത് സിംഹമായിരുന്നു. അപ്പോ സിംഹം ഇവരോട് ഇങ്ങനെ സംസാരിക്കുകയാണ്, ഇന്ന് എനിക്കുള്ള ഭക്ഷണമായി എന്ന് പറയാണ്. അപ്പോ ഇവര് സിംഹത്തിനോട് പറഞ്ഞു, നീ എന്നെ ഭക്ഷിക്കുന്നതിന് മുമ്പ് നീ ആരാണെന്ന് എന്നോട് പറയും. അപ്പോ ഈ ചോദ്യം കേട്ടപ്പോൾ സിംഹത്തിന് തന്റെ മുൻ ജന്മം ഓർമ്മ വന്നു. അപ്പോ സിംഹം പറയാണ്, ഞാൻ ഒരു വളരെ ദുരാചാരിയായിരുന്നു. അപ്പൊ ഞാൻ ഇതുപോലെ സന്യാസിമാരെയൊക്കെ വല്ലാതെ ദ്രോഹിക്കാറുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ഞാൻ ഇതുപോലെ സന്യാസിമാരെ ദ്രോഹിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ശാപത്തിന്റെ ഫലമായിട്ട് ഞാൻ എൻ്റെ ആ ദേഹം ഉപേക്ഷിച്ച സമയത്ത് എനിക്ക് ഈ സിംഹത്തിന്റെ ശരീരമാണ് കിട്ടിയത്. അപ്പൊ സിംഹത്തിന്റെ ശരീരം കിട്ടിയപ്പോ അതിന്റെ കൂടെ തന്നെ ഒരു അശരീരി ഉണ്ടായിരുന്നു. അതായത്, നീ ഒരിക്കലും സാധുക്കളെ, ഭക്തരെ ഒരിക്കലും നീ ഉപദ്രവിക്കാൻ പാടില്ല, പക്ഷെ ദുരാചാരികളെ നിനക്ക് നിന്റെ ഭക്ഷണമാക്കാം എന്നുള്ള ഒരു അശരീരി ഉണ്ടായിരുന്നു. അപ്പോ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഭക്തജനങ്ങളെ, സാധുക്കളെ ഞാൻ ആക്രമിക്കാറില്ല, പക്ഷെ നീ ഒരു ദുരാചാരി ആയതുകൊണ്ട് ഞാൻ നിന്നെ ആക്രമിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവര് ഈ ദുരാചാര എന്ന് പറയുന്ന ഈ വേശ്യാസ്ത്രയെ സിംഹം ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അതിനുശേഷം അവര് നരകത്തിൽ പോയി. അപ്പൊ അവിടെ അവരുടെ ശിക്ഷകൾ ഇങ്ങനെ തുടർന്ന് അങ്ങനെ വീണ്ടും അവർക്ക് മനുഷ്യ ശരീരം കിട്ടുകയാണ് ചെയ്തത്. പക്ഷെ ഈ മനുഷ്യ ശരീരം കിട്ടുന്നതിന് അവർക്ക് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു. ഈ ഒരുപാട് നരകലോകങ്ങളിൽ കൂടെ പോകേണ്ടി വന്നു. അവസാനം മനുഷ്യ ശരീരം കിട്ടിയ സമയത്ത് അവര് ഒരു ഈ നായയെ ഭക്ഷിക്കുന്ന ഒരു ജന്തുവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് പൂർവ്വജന്മങ്ങളെല്ലാം ഓർമ്മ വന്നത് കാരണം അവര് ഒരിക്കൽ ഈ മഹാദേവൻ പാർവതി ദേവിക്ക് ഈ ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ വന്നിരുന്നിട്ട് അത് കേൾക്കാനായിട്ടുള്ള ഇടയായി. അപ്പൊ അങ്ങനെ ഈ 13-ാം അധ്യായത്തിന്റെ മഹത്വങ്ങൾ കേട്ട സമയത്ത് അവർക്ക് ആ ശരീരത്തിൽ നിന്ന് മുക്തി കിട്ടിയിട്ട് അവരങ്ങനെ വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ 13-ാം അധ്യായം ശ്രവിക്കുന്നത് കൊണ്ട് മാത്രം എത്രത്തോളം പ്രാധാന്യം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ശ്ലോകത്തില് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോ അങ്ങനെ 13-ാം അധ്യായം ആരംഭിക്കുകയാണ്. അപ്പോ 13-ാം അധ്യായത്തില് 12-ാം അധ്യായത്തിലെ ഭക്തിയോഗത്തിനെ പറ്റിയിട്ട് പറഞ്ഞു. ഏറ്റവും പ്രധാനം ഭഗവാൻ തന്നെ മൃത്യു സംസാര സാഗര ഭക്തിമാർഗത്തില് മുന്നോട്ട് പോകുന്ന ഒരാളെ ഭഗവാൻ തന്നെ ഈ മൃത്യു സംസാര സാഗര, ഈ മൃത്യുലോകത്ത് നിന്ന് കൈപിടിച്ച് കരകയറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോ അർജുനൻ 13-ാമത്തെ അധ്യായത്തില് എന്താണ് ക്ഷേത്രം, പിന്നെ ആരാണ് ക്ഷേത്രജ്ഞൻ, ഇതിനെ പറ്റിയിട്ടെല്ലാം പറയാണ് ചെയ്യുന്നത്. അപ്പോ
അങ്ങനെ തുടങ്ങുന്നതാണ്. നമുക്ക് ഈ 13-ാം അധ്യായം നമുക്ക് ജസ്റ്റ് ഒന്ന് ശ്ലോകം വായിച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് അതിന്റെ വിവരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ശ്ലോകം 1. അർജുനോവാച. അർജുനന്റെ ചോദ്യമാണ്. പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവ ച ഏതദ്വേദിതുമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ. പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവ ച ഏതദ്വേദിതുമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ. അർജുന ഉവാച. പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവ ച ഏതദ്വേദിതുമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ. ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച. പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവ ച ഏതത് വേദമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ. ഹരേ കൃഷ്ണ. അർജുന ഉവാച. പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവ ച ഏതദ്വേദിതുമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അർജുന ഉവാച. പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവ ച ഏതദ്വേദതുമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അർജുന ഉവാച. പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവ ച ഏതദ്വേദിതുമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച. പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവ ച ഏതത് വിദിത്തുമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അർജുനൻ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട കൃഷ്ണ, പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞാനത്തിന് വിഷയീഭവിക്കുന്നത് ഇവയെക്കുറിച്ചെല്ലാം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോ ഇതിനുള്ള മറുപടി ഭഗവാൻ എന്താ പറയുന്നതെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭഗവത്ഗീത കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗുരുദേവ് കി ജയ്. ഹരേ കൃഷ്ണ. ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. കാരണം തൊണ്ട ശരിയല്ല, കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം പ്രഭു. പ്രഭു, ഈ നമ്മുടെ പുസ്തകത്തിലൊക്കെ ഈ 1-2 ശ്ലോകങ്ങൾ ഒന്നിച്ചാണല്ലോ പ്രഭു ഇതിൽ കൊടുത്തിരിക്കുന്നത്. പ്രഭു അത് മറുപടിയായിട്ട് ഭഗവാൻ പറയുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. ഹരേ കൃഷ്ണ. പ്രഭു, അവിടെ എങ്ങനെ ഇത് ആരതി തിരക്കുകളൊക്കെ എങ്ങനെ നടക്കുന്നുണ്ട് പ്രഭു? ഭയങ്കര തിരക്കാ പ്രഭു. ഇന്നലെ ഞാൻ ഉച്ചക്കൊന്ന് ഈ ഉച്ചക്കലത്തെ ഈ ഭോഗാരതി ഒന്ന് അറ്റൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 11:30 ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ പോയിരുന്നു. അപ്പോ അങ്ങോട്ട് കടക്കാൻ വയ്യ, അതുപോലത്തെ തിരക്ക്.